ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത വിവരം ഇതിനോടകം തന്നെ നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പ്രതിയുടെ മനഃശാസ്ത്ര ജയിൽ റിപ്പോർട്ട് ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ശിക്ഷ ലഘൂകരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. മനഃശാസ്ത്ര പരിശോധനയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും വേണം. ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അത്യപൂർവമാണ് എന്ന് വിലയിരുത്തി വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതിയുടെ നടപടി ചോദ്യം ചെയ്തിട്ടാണ് പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത്. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനി കൊല്ലപ്പെടുന്നത്. DNA സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായ തെളിവുകൾ പരിശോധിച്ച ശേഷമായിരുന്നു വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ്. പ്രതി കുറ്റക്കാരനാണ് എന്ന് വിചാരണ കോടതി കണ്ടെത്തിയത് അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അഭിഭാഷകനായ ശ്രീറാം പറക്കോട്ട് വഴി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. അനുമാനങ്ങൾക്ക് നിയമത്തിൽ നിലനിൽപ്പില്ല. പ്രതിയുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിലോ അതല്ലെങ്കിൽ കുറ്റകൃത്യ ചരിത്രമില്ല എന്നതോ ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി പരിഗണിച്ചില്ല. ജയിലിലും നല്ല സ്വഭാവമാണ് എന്ന് അവിടുത്തെ റിപ്പോർട്ട് പറയുന്നു. പ്രതിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പ്രതിയുടെ അഭിഭാഷകൻ വാദിച്ചു. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബവുമായി പ്രതിക്ക് ശത്രുതയുണ്ടായിരുന്നില്ല. സാഹചര്യ തെളിവുകളും ശക്തമല്ല എന്ന് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെ യുവതിയെ പീഡിപ്പിച്ച ശേഷം അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണ് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. അമീറുൽ ഇസ്ലാമിനു വേണ്ടി കോടതിയിൽ വാദിച്ചത് അഡ്വക്കേറ്റ് ആളൂരായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് നോക്കാം. കേസിന്റെ വിധിയാണ് നാളെ വരാൻ പോകുന്നത്. 100-ഓളം സാക്ഷികളെ വളരെ രസകരമായ രീതിയിൽ കോടതിയില് ക്രോസ് വിസ്താരം നടത്തുകയും ഒരു നിരപരാധിയായ വ്യക്തിക്ക് നീതി ലഭിക്കാനായിട്ട് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അഹോരാത്രം പണിപ്പെടുകയും ചെയ്ത ഒരു കേസാണ് ജിഷ മർഡർ കേസ്. ഈ കേസിലെ പ്രതി ഒരു ആസാമിയാണ്. അയാൾ കുറ്റവാളിയാണ് എന്ന കോടതി കണ്ടെത്തി സാഹചര്യ തെളിവുകൾ അയാൾക്കെതിരാണ്. 1.5-2 മാസത്തിന് ശേഷമാണ് ഇയാളാണ് കുറ്റവാളി എന്നും പ്രതി എന്നും പോലീസ് കണ്ടെത്തുന്നത്. പോലീസിന്റെ അന്വേഷണം ആ രീതിയിലായിരുന്നു. അവസാന വ്യക്തി അല്ലെങ്കിൽ ലാസ്റ്റ് സീൻ ടുഗദർ ഈ പറയുന്ന വീടിനടുത്തുകൂടെ പോയ വ്യക്തി എന്ന നിലയിലാണ് അമീറുൽ ഇസ്ലാമിനെ ഈ കേസിലേക്ക് കൊണ്ടുവരുന്നത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് നിങ്ങൾക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒരറ്റത്ത് മുതൽ മറ്റൊരറ്റം വരെ ഭയങ്കര രീതിയിൽ ബഹളമുണ്ടായ ഒരു കേസാണ്. അത് സംസ്ഥാന സർക്കാരായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും തങ്ങളുടെ അവകാശമാണ് ഈ പ്രതിയെ ഈ രീതിയിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവിടെ വന്നിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്റെ പൂനെയിലെ ഒരു ജൂനിയർ അഭിഭാഷകൻ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ആ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരാകാൻ സാധിക്കുമോ? അത് അദ്ദേഹം ആസാമിയാണ്. അദ്ദേഹത്തിന് മറ്റൊരു കേസ് ഞാൻ ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ നടത്തുന്നുണ്ട്, ഒരു ആസാമി ഒരു കൊലപാതക കേസ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ കേരളത്തിലെ ഒരു ലോ സ്റ്റുഡന്റ്, അത് ഒരു LLB പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനെയാണ് കൊലപാതകം നടത്തിയത്. അപ്പൊ അതുകൊണ്ട് വളരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും കേരളത്തിൽ എന്നുള്ള കാര്യം ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഒരു വ്യക്തി തന്നെ വിശ്വസിച്ച് ഒരു കേസ് ഏൽപ്പിച്ചാൽ ആ കേസ് അവസാനം വരെ നടത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് വിവാദ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജോലിയമ്മ കൂടത്തായി കേസാണെങ്കിലും നരബലി കേസാണെങ്കിലും ഡോക്ടർ വന്ദനാദാസ് കേസാണെങ്കിലും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമാദമായിട്ടുള്ള സൗമ്യ മർഡർ കേസ് ഗോവിന്ദസ്വാമിക്ക് വേണ്ടിയും ഞാൻ തന്നെയാണ് ഹാജരായത്. ഈ കേസിലേക്ക് വരുമ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ എന്ന് പറയുന്നത് ആ വീടിനടുത്തുള്ള അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ള 1-2 സാക്ഷികളാണ്. ആ സാക്ഷികൾ ഒഴികെ ബാക്കി യാതൊരു സാഹചര്യ തെളിവുകളും ഈ പ്രതിക്കെതിരെയില്ല.
ഈ പ്രതി ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നും ഉപദ്രവിച്ചതിന് ഉള്ള തെളിവുകളോ ആയുധം അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്സ് അവിടെ സംഭവ സ്ഥലത്ത് ഉണ്ടായി എന്നുള്ളതിനുള്ള യാതൊരു തെളിവുകളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു പക്ഷേ അനുകൂലമായ ഒരു നിലപാടാണ് കൈക്കൊള്ളുന്നതെങ്കിൽ മെഡിക്കൽ എവിഡൻസ് വെച്ചുകൊണ്ട് ഒരിക്കലും ഈ പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കില്ല. അതിന്റെ എല്ലാ എക്സ്റ്റെന്റിലും ഒരു പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ കടന്നു യാത്ര ചെയ്തിട്ടുണ്ട്. ഐ കൺഗ്രാജുലേറ്റ് ദ ജഡ്ജ് ഹു കണ്ടക്ടഡ് ദ ട്രയൽ. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ എന്റെ പ്രൊഫഷനെ എനിക്ക് വലുതായിട്ട് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, പ്രതി എന്ന നിലയ്ക്ക് ആ പ്രതിക്ക് ഏറ്റവും നല്ല ഡിഫൻസ് ലോയറെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചു, ഏറ്റവും നല്ല ഡിഫൻസ് ലോയർ കേസ് നടത്തി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഒരു ജഡ്ജ് എന്ന നിലയിൽ എനിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. നോക്കൂ, കേസ് വിധി പറയുക എന്നുള്ളത് കൊണ്ടുവരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർ പറയുന്നതാണ്. അത് അനുകൂലമാകാം, പ്രതികൂലമാകാം. അനുകൂലമാണെങ്കിൽ സന്തോഷിക്കുകയും പ്രതികൂലമാണെങ്കിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന അഭിഭാഷകനല്ല. തെളിവുകൾ എന്താണ്, ആ തെളിവുകളുടെ കാഠിന്യം എന്താണ്, അതനുസരിച്ച് വിധി പറയുന്നു. ഇനി അതിലെന്തെങ്കിലും ലൂപ്പുകൾ ഉണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും പ്രതിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അത് നിങ്ങൾ ഗോവിന്ദസ്വാമിയുടെ കേസ് സുപ്രീം കോടതിയിൽ കണ്ടാൽ തെളിവ് എവിടെ, 100%, 101% തെളിവ് എവിടെ? ആ കേസിന്റെ പ്രതലത്തിലേക്ക് സഞ്ചരിച്ചാൽ നരബലിയോ അല്ലെങ്കിൽ നരഹത്യയോ മർഡറോ അത് തെളിയിക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് ആ മർഡർ കേസിൽ 7 വർഷം വരെ ശിക്ഷയാണ് കിട്ടിയത്. ബാക്കിയുള്ള കേസുകളുടെ ശിക്ഷ അതുപോലെ ഗോവിന്ദസ്വാമിക്ക് നിലനിൽക്കുന്നു. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ കേസ് നടത്തുകയും 100 സാക്ഷികളെയും നല്ല രീതിയിൽ ക്രോസ് വിസ്താരം നടത്തുകയും അതിനൊന്ന് 2 ജൂനിയർ അഭിഭാഷകർ എന്നെ സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ കേസ് നല്ല രീതിയിൽ നടത്താനായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും സഹകരിച്ചു, അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറും സഹകരിച്ചു. ഇന്നും അദ്ദേഹമാണ് ഇവിടെ പ്രോസിക്യൂഷൻ നടത്തുന്നത്. അദ്ദേഹം എന്നെ കണ്ടിരുന്നു, ഞാൻ ഹൈക്കോടതിയിൽ പോയ സമയത്ത് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, അഡ്വക്കേറ്റ് ആളൂർ ട്രയൽ കോടതിയിൽ നടത്തിയതിന്റെ ഒരു മേലിവഴക്കമൊന്നും അപ്പീൽ കോടതിയിൽ കാണാൻ സാധിക്കില്ല. അഡ്വക്കേറ്റ് ആളൂർ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് അവതരിപ്പിച്ചതിനെ ട്രയൽ നടത്തിയ അഭിഭാഷകൻ എന്ന നിലയിൽ. നോക്കി, എന്നെ ഏൽപ്പിച്ച ജോലി ഏതുവരെ അതുവരെ അത് ഏറ്റെടുത്ത് നടത്തുക. എന്നിൽ വിശ്വാസമില്ലാത്ത ഒരു കക്ഷി എന്നെ വിട്ടുപോകുമ്പോൾ ഞാൻ സന്തോഷിക്കുന്ന ആളാണ്. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാൾ നല്ല അഭിഭാഷകനുണ്ടാകും. പക്ഷെ ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേസിൽ ഈ പറയുന്ന പ്രതി നിരപരാധിയാണ്. നിരപരാധിയായ പ്രതിയെ ശിക്ഷിച്ചു എന്നുള്ള ഏറ്റവും വലിയ ഒരു ദുഃഖമാണ് ഈ കേസിന്റെ പര്യവസാനത്തിൽ ഞാൻ അത് മീഡിയയോട് പറയുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിൽ ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ പറ്റിയ ഒരു കേസാണ്. അങ്ങനെ നടത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ പറയുന്ന ആരോപണങ്ങൾ അത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ കോടതിയിൽ അവതരിപ്പിച്ച അഭിഭാഷകന് സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ട്രയൽ അഭിഭാഷകൻ എന്ന നിലയിൽ, ട്രയൽ കേസ് നടത്തിയ അഭിഭാഷകൻ എന്ന നിലയിൽ ഈ കേസിൽ വളരെ ശക്തമായ ഡിഫൻസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇയാൾ നിരപരാധിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഖുർആൻ സത്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, അമീറുൽ ഇസ്ലാം ഇതുവരെ ആളൂര് പറഞ്ഞതൊക്കെ നമുക്ക് അംഗീകരിക്കാം. കാരണം ഈ കേസിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവൽ വരെ പോയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അറിയാം, ഖുർആൻ തൊട്ട് സത്യം ചെയ്തു എന്ന് പറയുമ്പം ഖുർആനെ തൊട്ട് തൽക്കാലം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. എന്തായിരുന്നാലും അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു എന്നറിയുമ്പോൾ വിഷമമുണ്ട്. കാരണം ജിഷ എന്ന പെൺകുട്ടിയെ, ആ കുട്ടിക്ക് ഇനിയെങ്കിലും നീതി കിട്ടണം. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇത്രയും ക്രൂരമായി ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത രൂപത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതയാണ് ജിഷ നേരിട്ടത്. അതുകൊണ്ട് ആ പെൺകുട്ടിക്കെന്നല്ല, ഇനി ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരരുത്. ആ പെൺകുട്ടിക്ക് നീതിയും ലഭിക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ചു.
എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് ഒരു രൂപത്തിലും മനസ്സിലാകുന്നില്ല. ഒരു അഡ്വക്കേറ്റ് ആളൂരും 10 ലക്ഷവും ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു പ്രമേയം വീണ്ടും നമ്മുടെ സമൂഹത്തിൽ അലയൊലികൾ ഉയർത്തുവാണോ എന്നറിയില്ല. നന്ദി.